ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ബാർബിക്യൂവും അതുപോലെ ഗ്രില്ലിംഗ് ഒക്കെ ആയിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലണ്ടൻ ഒണ്ടാരിയോയിൽ തന്നെയുള്ള ഫാങ്ഷോ കൺസർവേഷൻ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫാങ്ഷോ ഡാമാണ്. ഒരു ചെറിയൊരു ഡാമാണ്, ലണ്ടനിൽ തന്നെയുള്ള ഒരു ചെറിയൊരു ഡാം. ഈ ഒരു കൺസർവേഷൻ ഏരിയ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ബാർബിക്യൂവും ഗ്രില്ലിങ്ങും കൂടാതെ തന്നെ മറ്റ് പല ആക്ടിവിറ്റീസിന് പറ്റിയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതായത് ഇവിടെ ധാരാളം ഫിഷിംഗ് സ്പോട്ട്സ് ഉണ്ട്. പിന്നീട് ബോട്ടിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാം. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ധാരാളം ആക്ടിവിറ്റീസിനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലം ഒക്കെയുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ഫാങ്ഷോ കൺസർവേഷൻ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഫാങ്ഷോ പൈനിയർ വില്ലേജ് ആണ്. ഇത് മെയിനായിട്ട് ഒരു മ്യൂസിയമാണ്. അതായത് ഒരു മിഡ് 20th സെഞ്ച്വറിയിൽ ഇവിടുത്തെ കൺസർവേഷൻ അതോറിറ്റീസ് ഡെവലപ്പ് ചെയ്തതാണ് ആ ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. മെയിനായിട്ട് കാനഡയിലെ കൾച്ചർ, ആർട്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിയം. പക്ഷെ ഞങ്ങളുടെ പ്രയോറിറ്റി മ്യൂസിയം ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ഫൈനലി ഒരു നല്ല തണലൊക്കെയുള്ള ഒരു സ്പോട്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ഗ്രില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ഡ്രം സ്റ്റിക്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ അത് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. ചിക്കൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ പോർക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ സെറ്റപ്പോടും കൂടിയായിരുന്നു ഈ ഒരു പരിപാടിക്ക് വന്നത്. അതായത് ഗ്രില്ലിംഗ് മെഷീൻ, പിന്നെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള പോർട്ടബിൾ ചെയർ, പിന്നെ വെള്ളം, പിന്നെ ചിക്കൻ്റെ കൂടെ പോർക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാനുള്ള നാൻ ഉണ്ടായിരുന്നു, മയനൈസ് ഉണ്ടായിരുന്നു, സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടിയായിരുന്നു നമ്മൾ ഈ ഒരു പരിപാടിക്ക് വന്നത്. അങ്ങനെ എല്ലാം തന്നെ നന്നായിട്ട് പോയി. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് ഡേ. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് ഒരുപാട് ഗ്രൂപ്പ്സ് ഇതേപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളായിരുന്നു ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് പോയ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഈ ഒരു ദിവസം എന്ന് പറയുന്നത്.